വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഓർഡർ ബ്ലോക്ക് കണ്ടെത്താറുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ നോക്കി ഓർഡർ ബ്ലോക്ക്സ് കണ്ടെത്താറുണ്ട്. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ടൈം ഫ്രെയിമിലായിട്ട് ഒന്നിലധികം കാര്യങ്ങൾ നമ്മളവിടെ നോക്കും. ഓക്കെ, മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഒരു ഹൈ ക്വാളിറ്റി ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുന്നത്. അപ്പം അത് എങ്ങനെ നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുള്ളാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു തന്ന അതുപോലെ തന്നെ വെയിൽ സ്കോപ്പ് ആണെങ്കിലും ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങളാണെങ്കിലും ഇപ്പം ICT ആണെങ്കിലും CIST ആണെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഓരോ കാര്യങ്ങളും, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ കുറച്ചധികം നമ്മൾ സ്റ്റെപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ഹൈ ക്വാളിറ്റി ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഓർഡർ ബ്ലോക്കിലോട്ട് എത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ടു അപ്ലൈ ഇറ്റ് കറക്റ്റ്ലി ഓൺ ദ ചാർട്ട്, പിന്നെ ചാർട്ട് എക്സാമ്പിൾസും, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിലോട്ട് എത്താമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറൻസി ട്രേഡിങ്, സ്റ്റോക്ക് ട്രേഡിങ്ങും ക്രിപ്റ്റോയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം പ്രൈസ് ആക്ഷൻ റിമെയിൻസ് ഫെയർലി കൺസിസ്റ്റൻ്റ് അക്രോസ് ദ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യം മേക്ക് ഷുവർ ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് ദി സ്റ്റെപ്പ് വി വിൽ എക്സ്പ്ലെയിൻ ഫോർ ദിസ് ട്രേഡിംഗ് സെറ്റപ്പ്. അതുപോലെ തന്നെ ദിസ് ട്രേഡിംഗ് പ്ലാൻ ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ദാറ്റ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ മൾട്ടിപ്പിൾ ട്രേഡിംഗ് കൺസെപ്റ്റ്. അതായത് നമ്മൾ ഒന്നിലധികം കൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് എത്തുന്ന ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ കാണുന്ന ഈ ഒരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഫുള്ളായിട്ട് ഇത് മനസ്സിലാക്കുക. കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എവിടെയെങ്കിലും മിസ്സായിപ്പോയാൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്, 1 hour ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 5 minute ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റീഡ് മാർക്കറ്റ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ കീ ലെവൽ, അതുപോലെ തന്നെ സ്പേസ് ഫോർ പ്രൈസ്. പിന്നെ 1 hour നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡിറക്ഷൻ, ലിക്വിഡിറ്റി ലെവൽസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്. അതുപോലെ തന്നെ 5 minutes നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൺഫർമേഷൻ, എൻട്രി, റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പം ഡെയിലി ടൈം ഫ്രെയിം, എന്തുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിന് മറ്റൊരു കീ ലെവലിലോട്ട് മൂവ് ചെയ്യാൻ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കും, എത്രത്തോളം റൂം ഉണ്ടെന്ന് നമ്മൾ നോക്കും. അതിനാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 hour ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ കണ്ടെത്താനും, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ലെവൽസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ് എന്നിവ കണ്ടെത്താനും. 5 minutes കൺഫർമേഷൻ, എൻട്രി മാനേജ്മെൻറ്റ്. അപ്പം എങ്ങനെ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം സ്റ്റെപ്പ് 1 ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്, എന്തിന് അനലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് 1 നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു കീ ലെവൽ കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു കീ ലെവൽ കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു കീ ലെവലിലോട്ട് മാർക്കറ്റ് എത്തണമെങ്കിൽ ഇത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. മാർക്കറ്റിന് മൂവ് ചെയ്യാൻ ഇത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. മാർക്കറ്റ് ഇത്രയും റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഈ ഒരു കീ ലെവലിലോട്ട് എത്താൻ. അപ്പം അതിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുക. അതായത് മാർക്കറ്റിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ഓപ്പോസിറ്റ് കളേർഡ് ക്യാൻഡിൽസ്, ഇതുപോലെ ഓപ്പോസിറ്റ് കളേർഡ് ക്യാൻഡിൽസ് വന്നാൽ
മാർക്കറ്റ് ആ ഒരു കളേർഡ് ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് അപ്സൈഡിലോട്ട് പോകുന്ന മാർക്കറ്റിനിടയിൽ, അതായത് ഗ്രീൻ ക്യാൻഡിൽസിനിടയിൽ ഇതുപോലുള്ള റെഡ് ക്യാൻഡിൽ, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ വരുന്ന റെഡ് ക്യാൻഡിൽസിനിടയിൽ ഇതുപോലുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഇന്ത്യയിൽ മാർക്കറ്റ് വന്നിട്ട് റിജക്റ്റ് ചെയ്ത് ഇപ്പം അപ്സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തിരിച്ചാണെങ്കിൽ മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് വൺ ദ ഓപ്പോസിറ്റ് കളേർഡ് ക്യാൻഡിൽസ്. അപ്പം എന്തിനാണ് ഈ ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് മാർക്കറ്റിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പം ആ ഒരു സ്പേസിനിടയിൽ ഇതുപോലത്തുള്ള ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കുക നിങ്ങൾ. രണ്ടാമത്തെ കാര്യം ഫെയർ വാല്യൂ ഗ്യാപ്സ്. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബിഗ് പ്ലെയേഴ്സ് അത്രത്തോളം മണി ഡംപ് ചെയ്തൊരു സ്ഥലമാണ്, ഏരിയയാണ്. അപ്പം ആ ഒരു ഏരിയ വന്ന് മാർക്കറ്റ് വന്ന് ആ ഒരു ഓർഡർ ഫില്ല് ചെയ്ത് ഇറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്നുള്ള ഈ ഒരു കാര്യവും നിങ്ങൾ നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് കാര്യമാണ് മൾട്ടിപ്പിൾ റിജക്ഷൻ. മറ്റൊരു കീ ലെവലാണിത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു 3 പ്രാവശ്യം മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത ഒരു ഏരിയ. ദെൻ മാർക്കറ്റ് ആ ഒരു ഏരിയയെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു 1, 2, 3 അല്ലെങ്കിൽ 1, 2 ഓർ മോർ പ്രാവശ്യം മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ. അങ്ങനെയുള്ളൊരു കീ ലെവൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മേജർ ലെവൽ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു, സപ്പോർട്ടാക്കി. ഓക്കെ, ദെൻ പിന്നെയും ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോയി. ഓക്കെ, അപ്പം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കീ ലെവലിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം, മേജർ ലെവൽ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ദ സേഫസ്റ്റ് വേ ടു മേക്ക് പ്രോഫിറ്റ് ഇൻ ദ മാർക്കറ്റ് ഈസ് ബൈ ട്രേഡിംഗ് ഇൻ ദ എം ഡി സ്പേസസ് ഓൺ ദ ഹയർ ടൈം ഫ്രെയിം. അതായത് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വേ എന്താണെന്ന് വെച്ചാൽ എം ഡി സ്പേസിലോട്ട് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞൊരു കീ ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആ ഒരു ഏരിയ നോക്കി ട്രേഡുകൾ പുഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് വന്ന മാർക്കറ്റ് ഒരു കീ ലെവലിൽ വന്ന് 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. ഡെയിലി ടൈം ഫ്രെയിമിലാണ് 2 പ്രാവശ്യം മാർക്കറ്റ് റിജക്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം മാർക്കറ്റ് ചെയ്ത ഒരു റേഞ്ചിൽ നിന്ന് എന്തെങ്കിലും സെറ്റപ്പോ കാര്യങ്ങളോ ഉള്ളൊരു റേഞ്ചാണ് എന്ന് വിചാരിക്കുക. ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പം ഇവിടുന്ന് മാർക്കറ്റ് വേറെ നമ്മൾ പറഞ്ഞ കണക്കത്തെ കീ ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു നല്ലൊരു സെറ്റപ്പിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്താൽ അപ്സൈഡിലോട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. അപ്പം മാർക്കറ്റിന് മൂവ് ചെയ്യാൻ ഇത്രത്തോളം സ്പേസ് ഉണ്ട് മുകളിലോട്ട്. അപ്സൈഡിലോട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത മാർക്കറ്റാണ്. അപ്പം ഇത്രത്തോളം സ്പേസ് ഉണ്ട് മാർക്കറ്റിന് ആ ഒരു കീ ലെവലിലോട്ട് എത്താൻ. ബട്ട് ഈ ഒരു കീ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു കീ ലെവലിൽ വന്ന് എൻട്രി നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഹയർ ടൈം ഫ്രെയിമിലും ഒക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്ന് അത്ര അനലൈസും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമുക്ക് കീ ലെവൽസിൽ എൻട്രികൾ നോക്കാം. എന്നാൽ ഇതറിയാണ്ട് നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യും. ആ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷനിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒക്കെ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാം, ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഈ ഒരു എൻട്രി മെത്തേഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു എൻട്രി മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യമാണ് ഈ ഡെയിലി ടൈം ഫ്രെയിം വെച്ചുള്ള ഈ ഒരു അനലൈസേഷൻ. ഈ ഒരു അനലൈസേഷനിൽ നമുക്ക് അത്രത്തോളം എം ടി സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് എൻട്രി നോക്കാം. ഇനി നെക്സ്റ്റ് കാര്യം, ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ 1 അവറിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ലെവൽസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാർക്കറ്റ് ഡിറക്ഷൻ.
മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ നോക്കുക, കണ്ടുപിടിക്കുക. അപ്പം എങ്ങനെ അത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ അറിയാണ്ട് നമ്മൾ എൻട്രികൾ പുഷ് ചെയ്താൽ അതെന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? അത് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസിൽ എത്താനാണ് കൂടുതൽ ചാൻസ്. അതുകൊണ്ട് ഫസ്റ്റ് കാര്യം മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ ആദ്യം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി. നമുക്കറിയാം ഈക്വൽ ലോ അല്ലെങ്കിൽ ഈക്വൽ ഹൈ, മാർക്കറ്റ് ഒന്നെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഏരിയ, ആ ഏരിയയിലൊക്കെ മാർക്കറ്റിൽ എന്തുണ്ട്? പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്താൽ മാർക്കറ്റ് താഴോട്ടിറങ്ങാൻ ചാൻസ് ഉണ്ട്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്സോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഈക്വൽ സപ്പോർട്ടിൽ ഈക്വൽ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ ആക്ട് ചെയ്ത ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് നിങ്ങൾക്ക് നോക്കി വെക്കാം. ഓക്കെ, എന്താണ്? ഫസ്റ്റ് വൺ മാർക്കറ്റ് ഡിറക്ഷൻ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് വൺ ലിക്വിഡിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് 1 അവറിൽ നമ്മൾ മാർക്കറ്റ് ഡിറക്ഷൻ, ലിക്വിഡിറ്റി ലെവൽസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യമാണ് മാർക്കറ്റ് ഡിറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ ആണ് ലിക്വിഡിറ്റി ലെവൽസ്. 1 അവറിൽ എന്താണ്? ലിക്വിഡിറ്റി ലെവൽസ് കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ലോ, ഈക്വൽ ഹൈ, ഇതിന് മുകളിലായിട്ട് മാർക്കറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലിക്വിഡിറ്റി ലെവൽസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് കാര്യം ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്സ്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്ക്, മാർക്കറ്റിൽ ഒരു 3 ക്യാൻഡിൽ ഇംബാലൻസോട് കൂടിയ 3 ക്യാൻഡിൽ പാറ്റേൺ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഒന്നാമത്തെ കാര്യം. ദെൻ ഓർഡർ ബ്ലോക്ക്, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ആ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഡിറക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ലിക്വിഡിറ്റി ലെവൽസ് നോക്കി വെക്കാം, അതുപോലെ തന്നെ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് 1 അവറിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, 1 അവറിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാര്യം 5 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കൺഫർമേഷനും എൻട്രിക്കും റിസ്ക് മാനേജ്മെൻറ്റിനും വേണ്ടിയാണ്. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലെത്തുന്ന ഒരു മാർക്കറ്റിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എൻട്രിയും കൺഫർമേഷനും. ഓക്കെ, അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, 1 അവറിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നെക്സ്റ്റ് 5 മിനിറ്റ് എന്താണ് ഡെയിലിയിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ, കീ ലെവൽസ്, സ്പേസ് ഇൻ ഫ്രണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡെയിലിയിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലുള്ള കീ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കാര്യം 1 അവറിൽ നോക്കേണ്ട കാര്യം മാർക്കറ്റ് ഡിറക്ഷനും ലിക്വിഡിറ്റി ലെവൽസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്ക്. അപ്പോൾ എന്തിന് ഈ 1 അവറിൽ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റ് ഡിറക്ഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ലെവൽ, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ് എന്നിവ കണ്ടെത്തണം എന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് ആ ഒരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ 5 മിനിറ്റ്സിലോട്ട് ആ ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 അവറിൽ നമുക്കൊരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സോ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കോ ലിക്വിഡിറ്റി ലെവൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 1 അവറിൽ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മാർക്കറ്റ് ഡിറക്ഷനും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട്. എന്നിട്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ആ ഒരു കീ ലെവലിലോട്ട് എത്താൻ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നോക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻട്രി മെത്തേഡിന് അത്രത്തോളം റിസ്ക് റിവാർഡുണ്ട്. ഓക്കെ, ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കി വെക്കുന്ന ആ അത്രയൊരു സ്പേസ് നമ്മൾ 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് എൻട്രി എടുക്കുമ്പോൾ അത്രത്തോളം മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇനി 5 മിനിറ്റ്സിൽ എങ്ങനെയാണ് ഈ ഒരു കൺഫർമേഷൻ എൻട്രി മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, നമ്മളിവിടെ ഒരു എൻട്രി നമ്മൾ നോക്കുമ്പോൾ ഒരു 1 അവറിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ കാര്യം അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ SMCയുടെ ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്നൊരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് അവിടുത്തെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തു.
ലിക്വിഡിറ്റി എടുത്തു, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. ദെൻ എന്ത് വേണം അവിടെ? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മസ്റ്റായിട്ട് വേണം. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തരുന്നു. ഓക്കെ, തന്നതിന് ശേഷം തരുന്ന ആ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, തന്നതിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം സ്വിച്ച് ചെയ്യുന്നു. അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. 5 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്കിന് കുറച്ച് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർജറ്റ് ഞാൻ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് എക്സാമ്പിളും കാര്യങ്ങളും കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയതിന് ശേഷം നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഒരു ഓർഡർ ബ്ലോക്ക് അത്രത്തോളം ചെറുതാണെങ്കിൽ, ഓക്കെ, ഇതുപോലെ കാണുന്ന പോലത്തെ ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴോട്ടിറക്കി വെക്കാം. ഓക്കെ, കുറച്ച് താഴോട്ടിറക്കി വെക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാം മാർക്കറ്റ് ഈ വിക്ക് വന്ന് ഈ ഓർഡർ ബ്ലോക്കിന് കുറച്ചുകൂടെ താഴോട്ടിറങ്ങിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇത്രയും ചെറിയൊരു ഓർഡർ ബ്ലോക്കിൽ നിങ്ങൾ അത്രയും ആ ഒരു സ്റ്റോപ്പ് ലോസ് കുറച്ച് വെക്കുകയാണെങ്കിൽ, അതായത് ഈ ഓർഡർ ബ്ലോക്കിൽ തന്നെ കയറ്റി സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ചുകൂടെ താത്ത് വെക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം, ലാർജ് ഒബി. ഒരു ലാർജ് ഒബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ. ഓക്കെ, ഇത്രയും വലിയൊരു ഓർഡർ ബ്ലോക്കാണ്. ഇത്രയും വലിയൊരു ഓർഡർ ബ്ലോക്ക് ആകുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കും. അത്രയും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ആ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഇവിടെയൊക്കെ തന്നെ ആയിട്ട് വെക്കുന്നത്. അങ്ങനെ നിങ്ങൾ വെക്കാൻ നിൽക്കരുത്. കുറച്ചുകൂടി താഴോട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ആ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വെക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നടന്ന കാര്യം ഇവിടെയും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് വലിയ ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഈ ഒരു വിക്ക് വന്നടിച്ചേക്കുന്ന പോലെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെയും ഇതിനനുസരിച്ച് ഓക്കെ ഒരു ടാർജറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് താഴോട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, 1 ഹവറിൽ ഒരു ചാർട്ട് എക്സാമ്പിളാണ്. ഓക്കെ, 1 ഹവറിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് കാര്യങ്ങളുണ്ട്. ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഈ ഒരു 1 ഹവറിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. അപ്പം 1 ഹവറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ ഒരു മാർക്കറ്റ് ഡിറക്ഷനും കാര്യങ്ങളും ഒക്കെ നോക്കണം. നമുക്കിവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളിതൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് മാറ്റണം. എന്ത് വേണം? ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ മാറ്റണം. ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ മാറ്റിയപ്പോൾ നമുക്കൊരു കീ ലെവല് എന്ന് പറയുന്നത്, ഓക്കെ, എന്താണ് ഒരു കീ ലെവല് എന്ന് പറയുന്നത്? ഏകദേശം ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ആ ഒരു റിജക്റ്റ് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുമ്പം ഈ ഒരു റേഞ്ച് വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ റീച്ച് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തുള്ള കീ ലെവൽസ്. ഓക്കെ, അപ്പം ഇത്രയും സ്പേസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഡെയിലിയിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി. എന്താണ്? ഡെയിലിയിൽ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം 1 ഹവറിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിയതിന് ശേഷം നമ്മളത് ഡെയിലിയിലോട്ട് സ്വിച്ച് ചെയ്തു. നെക്സ്റ്റ് ഒരു കീ ലെവൽ നമ്മൾ നോക്കി വെച്ചു. അപ്പം മാർക്കറ്റ് അത്രത്തോളം സ്പേസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്ത് ആ ഒരു കീ ലെവൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ശേഷം 1 ഹവറിൽ മാർക്കറ്റ് വന്ന് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. എന്താണ്? 1 ഹവറിൽ മാർക്കറ്റ് വന്ന് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. അങ്ങനെ 1 ഹവറിൽ മാർക്കറ്റ് വന്ന് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ എത്രത്തോളം മാർക്കറ്റ് നെക്സ്റ്റ് ഒരു കീ ലെവലിൽ എത്താൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് 5 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്തു. 5 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു പ്രീവിയസ് സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി എടുത്തു, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഇങ്ങനെ തന്നെ കിട്ടണം. ഓക്കെ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നു.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. എന്താണ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റിൽ ഇംബാലൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് എടുത്തു. ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുത്തു, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കുറച്ച് താഴോട്ടായിട്ട് വെച്ചു. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ്സിൽ എന്ത് കണ്ടെത്തി? ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടെത്തി. ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി. മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തില്ല, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. മുകളിലോട്ട് മൂവ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും നമുക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. എന്ത് കിട്ടി? നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇത് മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്, പല സിനാരിയോസാണ്. ഓക്കെ, അപ്പം ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിനാരിയോ ആണ്, നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പം മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം നമുക്കൊരു ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയതുകൊണ്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റായി. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി, താഴോട്ടിറങ്ങി, ജസ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് പോയി, അവിടെയും ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും തന്നു. അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയതിനു ശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഈ രണ്ടാമതുണ്ടായ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് നേരെ താഴെ ഇറങ്ങി വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, അതായത് ആദ്യത്തെ ഓർഡർ ബ്ലോക്ക് ആക്റ്റീവായി. ഓക്കെ, രണ്ടാമതുണ്ടായ ആ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് സ്റ്റോപ്പ് അടിച്ചു. ഓക്കെ, സ്റ്റോപ്പ് ഹിറ്റായി. ദെൻ മാർക്കറ്റ് വന്ന് ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ എങ്ങനെ നോക്കുവാണെങ്കിൽ 5 മിനിറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ എങ്ങനെ പോയാലും നമുക്ക് ആ ഒരു എൻട്രി നമ്മൾ എടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു റിജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണിച്ചില്ല. എന്നാൽ ഈ ഒരു ലെവലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ റിജക്ഷൻ തന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുന്ന കാണാം. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് ഒരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അവിടെ ഒരു എൻട്രി ആക്റ്റീവായി. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് ആക്റ്റീവായിട്ടുണ്ട്. ദെൻ അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം ഓക്കെ, നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും തന്നു. ഇവിടെ ക്ലീനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാർക്കറ്റ് ഡിറക്ഷനും കാര്യങ്ങളും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു കീ ലെവലും കാര്യങ്ങളും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുക്കുമ്പോൾ മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ തന്നതിന് ശേഷം നിങ്ങൾ എൻട്രി പുഷ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും ഇംബാലൻസും കാര്യങ്ങളും തന്നതിന് ശേഷം നമുക്ക് ആ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന കാര്യം. ഓക്കെ, അതായത് ഓർഡർ ബ്ലോക്കിൽ ഇവിടെ നമുക്കൊരു എൻട്രി ആക്റ്റീവായി, ദെൻ അതിനുശേഷം നെക്സ്റ്റ് ഒരു എൻട്രി ആക്റ്റീവായി. ഓക്കെ, നിങ്ങൾ ഒരു 2 ട്രേഡൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വെക്കാം. അതിൽ കൂടുതൽ എൻട്രി നിങ്ങൾ ആക്റ്റീവായിട്ട് വെക്കരുത്. ഓക്കെ, കാര്യം നമുക്ക് അത്രത്തോളം നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ശേഷം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആക്റ്റീവായ ഒരു ട്രേഡ്, ഓക്കെ, ഫസ്റ്റ് ആക്റ്റീവായ ട്രേഡിൻ്റെ ഒരു ഹാഫോളം പൊസിഷൻസ്, ഓക്കെ, ഒരു ഹാഫ് പൊസിഷൻ നിങ്ങൾക്ക് മാർക്കറ്റ് കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം, ഓക്കെ, അതായത് നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും ക്രിയേറ്റ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് പൊസിഷൻ ഇറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അടുത്തൊരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു എൻട്രി പുഷ് ചെയ്യാം. നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു കീ ലെവലിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് 2ഓളം എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റിയൊരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയാണിത്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇത് യൂറോ USDയുടെ ചാർട്ടാണ്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി വർക്കാവുന്നത്. കാര്യം മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട്, മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ എൻട്രികൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അത്രത്തോളം റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിൽ അത്രത്തോളം സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 1 hour ടൈം ഫ്രെയിമിൽ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക. 5 minute ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളും കണ്ടെത്തിയതിന് ശേഷം, ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം, ഓക്കെ, പ്രീവിയസ് ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കണം, മസ്റ്റാണ്. പിന്നീട് ആ ഒരു ഇംബാലൻസും കാര്യങ്ങളും ഉള്ള സ്ഥലം നോക്കി
ആ ഒരു ഇനിഷ്യൽ പോയിന്റ് നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ദെൻ മാർക്കറ്റ് വന്ന് ആ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് തരുന്ന നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ഹാഫ് പൊസിഷനോളം നിങ്ങൾക്ക് ആ ഒരു എൻട്രിയിൽ ആ ഒരു എൻട്രിയിൽ നിങ്ങൾ വെച്ചേക്കുന്ന ടാർഗറ്റിൻ്റെ പകുതി എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹാഫ് പൊസിഷൻ ഇറങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വെക്കാം. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അടുത്ത എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ എൻട്രി. അതാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുന്ന കാര്യം. അപ്പം ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അത്രത്തോളം ഹൈ ക്വാളിറ്റി എൻട്രിയാണ്. ഹൈ ക്വാളിറ്റി എൻട്രിയാണ്. നിങ്ങളൊരു 100 ടൈംസ് എങ്കിലും മിനിമം നിങ്ങൾ ചാർട്ടിൽ പല ചാർട്ടിലും നിങ്ങൾക്ക് ഈ ഒരു എൻട്രി മെത്തേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എൻട്രികൾ എടുക്കാം. അപ്പം എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. അത്രയും ക്വാളിറ്റി ഉള്ളൊരു എൻട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ സ്ട്രാറ്റജി, മൾട്ടിപ്പിൾ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എൻട്രിയിലോട്ട് നമ്മൾ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രത്തോളം റെയറായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.